നമ്മൾ തെലുങ്ക് സിനിമയിലും മറ്റുമൊക്കെ കണ്ടിട്ടുണ്ട് നായകൻ ഒറ്റയ്ക്ക് നിന്ന് 10 പേരെയൊക്കെ ഇടിച്ചു തെറിപ്പിക്കുന്നത്. എന്നാൽ യാഥാർത്ഥ്യത്തിൽ അതുപോലെ നേരിടുന്ന ഒരാളുണ്ട്. അതെ, കേട്ടത് ശരിയാണ്. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. ഒരേ സമയം 10 ലക്ഷ്യങ്ങളെ വരെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഇന്ത്യയുടെ അഭിമാനമായ പദ്ധതിയെക്കുറിച്ചാണ് പറയുന്നത്. നെക്സ്റ്റ് ജനറേഷൻ ആകാശ് സർഫസ് ടു എയർ മിസൈൽ, അല്ലെങ്കിൽ ആകാശ് NG മിസൈൽ. അതിന്റെ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ആകാശ് സിസ്റ്റത്തിനായുള്ള ഉപയോക്തൃ മൂല്യനിർണയ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയതോടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ DRDO ഒരു നാഴികക്കല്ല് വിജയമാണ് കൈവരിച്ചിരിക്കുന്നത്. അതിർത്തിയോട് ചേർന്നുള്ള താഴ്ന്ന പ്രദേശങ്ങളിലും ദീർഘദൂരത്തുള്ള ഉയർന്ന പ്രദേശങ്ങളിലും അതുപോലെ തന്നെ ഒന്നിലധികം വരുന്ന ആകാശ ലക്ഷ്യങ്ങളെ തടസ്സപ്പെടുത്തിയുമാണ് ആകാശ് സിസ്റ്റം അതിന്റെ കഴിവുകൾ തെളിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് രാജ്യത്തിന്റെ മികച്ച രീതിയിലുള്ള ഒരു വ്യോമ പ്രതിരോധ സംവിധാനമായി സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. രാജ്യത്തിന്റെ ഈ ഒരു നേട്ടത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യൻ വ്യോമസേനയെയും അതുപോലെ തന്നെ DRDOയെയും മറ്റ് വ്യവസായ പങ്കാളികളെയും അഭിനന്ദിച്ചു. അതുപോലെ തന്നെ ഈ ഒരു അത്യാധുനിക സംവിധാനം ഇന്ത്യൻ വ്യോമസേനയുടെ വ്യോമ പ്രതിരോധ ശേഷികളെ ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നതും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. യുദ്ധവിമാനങ്ങൾ അതുപോലെ തന്നെ ക്രൂയിസ് മിസൈലുകൾ കൂടാതെ വായുവിലൂടെയുള്ള മറ്റ് പ്ലാറ്റ്ഫോമുകൾ തുടങ്ങിയ വൈവിധ്യമാർന്ന വ്യോമ ഭീഷണികൾക്കെതിരെ ശക്തമായ ഒരു പ്രതിരോധമായി നമ്മുടെ ആകാശ് NG മിസൈൽ സംവിധാനം നിലകൊള്ളുമെന്നതിൽ സംശയമേയില്ല. ഇതിൽ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു പ്രധാന ഘടകം എന്താണെന്നാൽ ഇതിന്റെ തദ്ദേശീയതയാണ്. അതെ, ഇതിൽ ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ഒരു റേഡിയോ ഫ്രീക്വൻസി സീക്കർ സംവിധാനം സജ്ജീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ തദ്ദേശീയവൽക്കരണത്തെ എടുത്തു കാണിക്കുന്ന ഒരു വലിയ ഘടകമാണിത്. മുൻ ആകാശ് വകഭേദങ്ങളെ അപേക്ഷിച്ച് ഗ്രൗണ്ടായി അധികം ഇടപഴകാതെ വിന്യസിക്കാൻ കഴിവുള്ള തരത്തിൽ ഒരു സംവിധാനം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ 2016 സെപ്റ്റംബറിലാണ് ഈ ആകാശ് NG പദ്ധതിക്ക് തുടക്കമായത്. സർക്കാർ അംഗീകാരത്തോടെ 470 കോടി രൂപയുടെ വലിയ പ്രോജക്റ്റായാണ് ഈ പദ്ധതി ആരംഭിച്ചത്. മൾട്ടി ഫംഗ്ഷൻ റഡാർ, കമാൻഡ് ആൻഡ് കൺട്രോൾ യൂണിറ്റ്, മിസൈൽ ലോഞ്ച് വെഹിക്കിൾ തുടങ്ങിയ എല്ലാ പ്രധാന ഉപസംവിധാനങ്ങളും രൂപകൽപ്പന ചെയ്യുന്നതിനായി ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് എന്നിവയുൾപ്പെടെയുള്ള ഇന്ത്യൻ വ്യവസായ പങ്കാളികളുമായി DRDO ലബോറട്ടറികൾ സഹകരിച്ചു എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. മിസൈലിന്റെ രണ്ടാം ഘട്ട ഡ്യുവൽ പൾസ് സോളിഡ് റോക്കറ്റ് മോട്ടോർ ആകാശ് 1S പോലെയുള്ള മുൻഗാമികളിലെ റാംജെറ്റ് എഞ്ചിനുകളെക്കാൾ ഭാരം കുറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇത് ആകാശ് NG സംവിധാനത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുമെന്നതാണ്. ആകാശ് NG എന്നത് ഒരു അത്യാധുനിക മിസൈൽ സംവിധാനം തന്നെയാണ്. കുറഞ്ഞ റഡാർ ക്രോസ് സെക്ഷൻ, ലക്ഷ്യങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ കണ്ടെത്തുന്നതിനുള്ള AESA മൾട്ടി ഫംഗ്ഷൻ റഡാർ, അതുപോലെ തന്നെ 45 കിലോമീറ്റർ വരെ ട്രാക്ക് ചെയ്യാനുള്ള ഇലക്ട്രോ ഒപ്റ്റിക്കൽ ടാർഗറ്റിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ വൈദ്യുത കാന്തിക ഇടപെടലിനെ പ്രതിരോധിക്കുന്ന ഒപ്റ്റിക്കൽ പ്രോക്സിമിറ്റി ഫ്യൂസ് എന്നിവ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ശത്രുക്കൾക്ക് ഇവയെ ചെറുത്തു തോൽപ്പിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായി മാറും.